ബലൂണ് പോലെ ഇതാണ് ബട്ടൂര. അത് തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അമർന്ന് പോവും. ഇങ്ങനെ മുറിച്ചിങ്ങനെ എടുത്തിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല അടിപൊളിയായിട്ട് എന്തായാലും കൂട്ടിയിട്ട് കൊടുക്കുക. ചനാ മസാല പറഞ്ഞ ഒരു പ്രത്യേകതരം വൈബായിട്ടുള്ള മസാലയാണ്. നമ്മുടെ അവിടെ എവിടെയും കിട്ടാത്ത മസാല. അങ്ങനത്തെ ഒരു കറിയും അടിപൊളി ബട്ടൂരയും, സൂപ്പർ ബട്ടൂര. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. ബട്ടൂര പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതാണ്. കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നമുക്ക് അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ, തൈര്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, വെള്ളം ആവശ്യത്തിന്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ബട്ടൂര ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കണമെന്നാണ്. ആ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് തൈരാണ് വേണ്ടത്. 1 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പഞ്ചസാര 1 ടീസ്പൂൺ ഇടുന്നുണ്ട്, ചെറിയ ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇത്രയും ഞാൻ ഇടണുള്ളൂ, നോക്കിക്കോളൂ. ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഇതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് മൈദ ഇട്ട് കൊടുക്കണമെന്നാണ്. രണ്ട് കപ്പ് മൈദ. ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അനുസരണം ഇട്ട് കൊടുക്കണം. നമുക്ക് ടേസ്റ്റ് നമുക്ക് ഉപ്പ് എത്ര ഉപയോഗിക്കേണ്ട അത്ര ഇട്ട് കൊടുത്തോളൂ. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം പോരാന്ന് തോന്നിയ കുറേശ്ശെ വെള്ളം തെളിച്ചിട്ട് കുഴച്ച് കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. മാവ് ഇങ്ങനെ തൊടുമ്പോൾ ഇത് നോക്കൂ, നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ അമർത്തിയാലും നമ്മുടെ കയ്യിലാകാൻ പാടില്ല. ആ ലെവലിലാണ് ഇതാ നല്ല പോലെ കുഴച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് 1 മണിക്കൂർ വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറെങ്കിലും വെച്ചാലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബട്ടൂര മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായി. എന്തായി എന്നൊന്ന് നോക്കാം. നല്ല ഇതായിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ടേബിൾ ടോപ്പിലിട്ട് നല്ല റൗണ്ടായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെറിയ ബോളാക്കി എടുക്കാം. ഇത്ര പോകുന്നത് മതി. ബോളാക്കി എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ലേശം എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. പൊടി ഇട്ടിട്ടല്ല പരത്തുക, എണ്ണ തേച്ചിട്ടാണ് പരത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം പരത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇനി പൊളിച്ചെടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറം ഇപ്പുറം നല്ലപോലെ അതങ്ങനെ ഒന്ന് ബ്രൗൺ കളർ വരണം, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ കമ്മിയാക്കി തീ വെച്ചിട്ട് ആക്കിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഓവർ ചൂടാവേണ്ടാവണ്ടാണ്. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പരുവം. അങ്ങനെ ബോളാവണം. ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. പുഷ്പമ്മ,
അപ്പൊ നമ്മുടെ ബട്ടൂരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞുല്ലേ? റെഡിയാക്കി കഴിഞ്ഞു. അപ്പൊ കിടക്കാച്ചി ബട്ടൂരിന്റെ അവസാന ബട്ടൂരിയും കൂടി പുഷ്പമ്മ അവസാനം ഞാൻ ചുട്ടെടുത്തിരിക്കുകയാണ്. കൊട്ടയിലേക്ക് ഇടുകയാണ് നമ്മുടെ കിടക്കാച്ചി ബട്ടൂരകള്. ശരി, നീ ബട്ടൂര പറഞ്ഞ പേര് കേട്ട ബട്ടൂരിയാണ് പുഷ്പമ്മന്റെ ബട്ടൂര. മറ്റുള്ള ഓഫാക്കി ബലൂൺ പോലെ ഇതാണ് ബട്ടൂര. അത് തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അമർന്ന് പോവും. അത്രയ്ക്കും ബലൂണായി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഈ ബട്ടൂരി തന്നെ ഞാൻ കഴിക്കട്ടെ പുഷ്പമ്മ? ഓ കഴിച്ചോളൂ. ഓക്കെ, അടിപൊളി ടേസ്റ്റ്. എന്താ കറി ഇത് സ്പെഷ്യൽ ബട്ടൂരിക്ക്? ബട്ടൂരിക്ക് എന്ത് മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ചന മസാല. അടിപൊളി പുഷ്പമ്മ ഉണ്ടാക്കിയ ഗംഭീര ചന മസാലയാണ് ഈ സംഭവം. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആഴത്തിലേക്ക് പോവും. ഇങ്ങനെ മുറിച്ചിങ്ങനെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല അടിപൊളിയായിട്ട് എന്തായാലും കൂട്ടിയിട്ട് അടിപൊളിയുണ്ട്. അടിപൊളിയുണ്ട്. കാരണം ചന മസാല പറഞ്ഞ ഒരു പ്രത്യേകതരം വൈബായിട്ടുള്ള മസാലയാണ്. നമ്മുടെ അവിടെ എവിടെയും കിട്ടാത്ത മസാല. അങ്ങനത്തെ ഒരു കറിയും അടിപൊളി ബട്ടൂരിയും. സൂപ്പർ ബട്ടൂര. ബട്ടൂരില്ലേ പുഷ്പമ്മ? ഇതെങ്ങനെ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടി? പക്ഷെ നമ്മുടെ അതിൽ ചേർത്തിരിക്കുന്നതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. തൈര്, പഞ്ചസാര, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് തനിയായിട്ടും കഴിക്കാം. ചിലവർക്കൊക്കെ ഈ കറി കൂട്ടാതെ കഴിക്കുന്നവർക്ക് വെറുതെ നമുക്ക് കഴിക്കാം വീട്ടിലേക്ക്. അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും ഈ സാധനം. അപ്പൊ എന്തായാലും സംഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുണ്ട്, അത്ര സൂപ്പർ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും അഥവാ അത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബട്ടൂര പറയുന്നത് നിങ്ങളെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒന്ന് ശ്രമിച്ചാൽ അടിപൊളിയായിട്ടുള്ളത് നമുക്ക് കഴിക്കാം. അത്ര തന്നെ. അപ്പൊ പുഷ്പമ്മ ഉണ്ടാക്കിയ പോലെ ബട്ടൂര സിമ്പിൾ റെസിപ്പിയിൽ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കുക. ഏത് കറിയും ഈ ബട്ടൂരക്ക് ചേർച്ചാണ് അല്ലേ? ഈ കറി വന്നിട്ട് പൊറോട്ടയ്ക്ക് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, എല്ലാത്തിനും കൂടി കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബട്ടൂര ഏത് കറിന്റെ കൂടിയും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഗംഭീര ഐറ്റമാണ്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരെല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.